സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കപ്പെടുന്നത് അല്ല എങ്കിൽ കുട്ടി മരിക്കപ്പെടുന്നതൊക്കെ ഒരു നിത്യ സംഭവമായി വന്നിരിക്കുന്നു. എവിടെ സംഭവം ഉണ്ടായാലും നമ്മൾ പറയുന്നൊരു കാര്യമാണ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടുകളിൽ 5 വർഷത്തിനിടയിൽ ഒരു റിപ്പോർട്ടിൽ ഒരു നിയമവും നമ്മൾ എടുത്തിട്ടില്ല. എപ്പോഴും പറയുന്നതാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒന്നും കൈ കിട്ടിയിട്ടില്ല. ഒരു തീരുമാനവും അതിനകത്തൊന്നും ഉണ്ടാകുന്നില്ല. നിരന്തരമായി സാധാരണ ജനങ്ങൾ ചികിത്സാ പിഴവ് മൂലം അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടിരിക്കുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലാണെങ്കിൽ പൊടി ഒരു റിപ്പോർട്ടിൽ ഒരു നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. കാര്യം എത്രയോ അധികം സാധാരണക്കാരിലാണ് സർക്കാർ ആശുപത്രിയിൽ പോവുകയും അവിടെ ചികിത്സ തേടുകയും ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്ത് ദുരന്തം എന്ന് പറയട്ടെ അല്ലേ, ഈ നടക്കുന്ന തീരുമാനമെടുക്കുന്ന ആൾക്കാരെ ഒന്നും, അല്ലെങ്കിൽ ചികിത്സാ പിഴവ് നടത്തുന്ന ആ ഡോക്ടർമാരെ ഒരു സംഘം സംഘടിത സ്വഭാവമുള്ളവരാണ്. ഇവർക്ക് പരസ്പര സഹായ സഹകരണ സംഘമായി പെരുമാറുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ തെറ്റിയുന്നവൻ വീണ്ടും അടുത്ത രോഗികളെ കൊല്ലും. അവർ വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. ഇതുപോലെ ചെറിയ ആരോപണം ഉണ്ടാകുമ്പോൾ അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട്. ഈ വർഷങ്ങളിൽ എത്രയോ മെഡിക്കൽ കോളേജുകളിലൊക്കെ എത്രയോ ചികിത്സാ പിഴവാണ് നടക്കുന്നത്. ഇത് കർക്കശ്യമുള്ള ഒരു നടപടിക്രമം ഇവർക്കെതിരെ വരുമ്പോൾ ഇവർ കറക്റ്റായിട്ട് കാര്യം തീരുമാനിക്കും. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.